ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ചെറിയ ന്യൂ ഇയർ റെസൊല്യൂഷൻ ടിപ്സൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സിമ്പിളായിട്ടുള്ള പക്ഷേ പവർഫുള്ളായിട്ടുള്ള ന്യൂ ഇയർ റെസൊല്യൂഷൻ ടിപ്സാണ്. തീർച്ചയായും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പം നമുക്കൊരു നോട്ട്ബുക്കും പെന്നൊക്കെ എടുത്ത് ഇതൊക്കെ ഒന്ന് എഴുതിയെടുത്തിട്ട് നമുക്കിതിൽ ഏതൊക്കെ ചെയ്യാൻ പറ്റും, ഈ ഇയറിൽ നമുക്ക് എന്തൊക്കെ പ്രാവർത്തികമാക്കാൻ പറ്റും എന്നൊക്കെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റായിട്ട് നമുക്ക് നമ്മൾ വെള്ളം അധികം കുടിക്കാത്ത ആളുകളാണെങ്കിൽ ഡ്രിങ്ക് മോർ വാട്ടർ. അപ്പോൾ നല്ല പോലെ നമ്മുടെ ശരീരത്തിൽ ഹൈഡ്രേഷനൊക്കെ ആവശ്യമുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും വെള്ളത്തിൻ്റെ ഗുണമൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അപ്പോൾ ദിവസവും ഒരു 2 ലിറ്റർ അല്ലെങ്കിൽ 3 ലിറ്റർ കുടിക്കാൻ പറ്റുന്നവർ 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിച്ചിരിക്കണം. അപ്പോൾ അതാണ് നമ്മളുടെ ഫസ്റ്റ് ടിപ്പ്. പിന്നെ നമ്മളുടെ അടുത്ത് ഒരുപാട് കംപ്ലയിൻറ്റ് ചെയ്യുന്ന ോട് നമ്മൾ കുറച്ച് അകലം പാലിക്കുന്നതായിരിക്കും നല്ലത്. അതായത് അവോയ്ഡ് പീപ്പിൾ ഹു കംപ്ലെയിൻ എലോഡ്. ഒരുപാട് കംപ്ലയിൻറ്റ്സ് മാത്രം ജീവിതത്തിൽ എപ്പോഴും നമ്മളവരോട് സംസാരിക്കുമ്പോൾ നമുക്കൊരു നെഗറ്റീവ് ഫീൽ ചെയ്യുന്ന ആളുകളോട് നമ്മൾ മാക്സിമം ഒന്ന് അകന്ന് നിൽക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. പിന്നെ നമ്മൾ ഒരുപാട് വർക്ക് സ്ട്രെസ്സൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് ഒരു ദിവസം ഓഫൊക്കെ കിട്ടുമ്പോൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രാവലൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതായത് കുറച്ച് അടുത്തൊക്കെ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ ഒന്ന് ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോകാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ സോളോ ട്രിപ്സൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ചെയ്യാൻ പറ്റുന്ന നമുക്ക് ചിലപ്പോൾ പെയിൻറ്റിങ്ങിലായിരിക്കും താല്പര്യം, അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളവരായിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു സമയങ്ങളിൽ നമുക്കിഷ്ടമുള്ളത് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ നമ്മളുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ലൈഫിൽ ഇനി നമുക്ക് അച്ചീവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റൈറ്റ് ഡൗൺ ചെയ്യുക. നമ്മളതൊക്കെ എഴുതി നമുക്കൊരു ഡയറിയിൽ അത് സൂക്ഷിച്ച് വെക്കാം, നമുക്കത് ഇടയ്ക്കെടുത്ത് നോക്കാം. അതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു നല്ല കാര്യം കാണുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അത് നല്ലതാണ്, നീ ചെയ്തത് അത് നല്ലതാണെന്ന്, അല്ലെങ്കിൽ ഒരു ദിവസം ഒരു കോംപ്ലിമെൻ്റ് ഒരാൾക്ക് കൊടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ചെയ്ത ഒരു കാര്യം ഒരാൾ നല്ലത് ചെയ്യുമ്പോൾ അയാളുടെ അടുത്ത് ഒരു ചെറിയൊരു അപ്രിസിയേഷൻ പോലെ അവർക്ക് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പം ഗിവ് വൺ കോംപ്ലിമെൻറ്റ് എ ഡേ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പങ്ക്ച്വൽ ആകാനായിട്ട് ശ്രമിക്കുക. അതായത് ഇപ്പം നമുക്ക് 7:30 നമുക്കൊരു സ്ഥലത്ത് എത്തേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മളൊരു 7:15 ആകുമ്പോഴത്തേക്കും എത്തുന്ന രീതിയിൽ, നമ്മളൊരു 15 മിനിറ്റ്സ് ഏർലി എങ്കിലും എത്തുന്ന രീതിയിൽ നമ്മളത് കൈകാര്യം ചെയ്യാനായിട്ട് നോക്കണം. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് വളരെ നല്ലതായിരിക്കും. നമ്മളെപ്പോഴും പങ്ക്ച്വലായിട്ടിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാനായിട്ട് വളരെ നല്ലതായിരിക്കും. പിന്നെ നമുക്ക് കുറച്ച് ടൈം നമ്മുടെ ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് ഫാമിലി ടൈം നമ്മൾ തീർച്ചയായിട്ടും കണ്ടെത്തണം. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളുടെ ന്യൂ ഇയർ റെസൊല്യൂഷൻ ടിപ്സ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയി ഞാൻ വിചാരിക്കുകയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.